ദില്ലിയിൽ സീരിയൽ കില്ലർ 24 വർഷത്തിനു ശേഷം പിടിയിൽ. ടാക്സി ഡ്രൈവർമാരെ മാത്രം ഉന്നമിട്ടിരുന്ന അജയ് ലംബയാണ് ദില്ലി പോലീസ് പിടികൂടിയത്. 4 കൊലക്കേസുകളിൽ പ്രതിയാണ്. ടാക്സി വിളിച്ച ശേഷം ഡ്രൈവറെ മയക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതാണ് ഇയാളുടെ രീതി. ശേഷം കാറ് നേപ്പാളിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു പതിവ്. ആദിൽ പാലോടുണ്ട്. അതിൽ സീരിയൽ കില്ലറാണ്. 24 വർഷത്തിന് ശേഷമാണ് പിടിയിലാവുന്നത്. ഇയാൾ ഇത്രയും കാലം പോലീസിനെ വെട്ടിച്ച് കഴിഞ്ഞു. ദില്ലിയിലാണ് സംഭവം അല്ലേ? എന്തായിരുന്നു ഇയാളുടെ ഒരു പ്രവർത്തന രീതി ആദിൽ? ഏറെ വിചിത്രമാണ്. ഉത്തരാഖണ്ഡിലേക്ക് എന്ന് പറഞ്ഞ് ടാക്സി വിളിക്കും. ടാക്സി വിളിച്ചാൽ കുറച്ച് ദൂരം എത്തുമ്പോഴേക്ക് ഡ്രൈവറെ മയക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് രീതി. ഇയാൾക്കൊപ്പം 2 കൂട്ടാളികളും ഉണ്ടായിരുന്നു. കൂട്ടാളികൾ നേരത്തെ തന്നെ ദില്ലി പോലീസിന്റെ പിടിയിലായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലും തെരച്ചിലുമാണ് അജയ് ലംബയെ കൂടി ദില്ലി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. അങ്ങനെ ഉത്തരാഖണ്ഡിലേക്കുള്ള വഴിയിൽ ഡ്രൈവറെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും പിന്നീട് അത് മൃതദേഹം വാഹനത്തിൽ തന്നെ സൂക്ഷിക്കുകയും ഏതെങ്കിലും മലഞ്ചെരുവ്, ആളുകൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും കുന്നുകളിൽ എത്തുമ്പോൾ അവിടെ നിന്നും താഴേക്ക് മലഞ്ചെരുവുകളിലേക്ക് എറിഞ്ഞ് ഉപേക്ഷിക്കുകയാണ് സാധാരണ നിലയിലുള്ള രീതി. അതിനുശേഷം നേപ്പാളിലേക്ക് ഈ വാഹനം കൊണ്ടുപോയി നേപ്പാളിലേക്ക് വാഹനം കടത്തി വിൽക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്ന രീതി. 2001 മുതൽ 2003 വരെ 4 കൊലപാതകങ്ങൾ ഇത്തരത്തിൽ ചെയ്തു. അതിൽ ഒരു മൃതദേഹം മാത്രമേ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. 3 പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കേസ് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്. 24 വർഷമായിട്ട് ഈ സീരിയൽ കില്ലർ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ്. 4 പേരെ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് കാറെടുത്ത് നേപ്പാളിൽ കൊണ്ടുപോയി വിൽക്കും. ഇതായിരുന്നു പുള്ളിയുടെ ഒരു രീതി.